ഹായ് 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 രഞ്ജുണത്തിന്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഭയങ്കര ചലഞ്ചിങ് ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് വായ തുറന്ന അതല്ല ഞാൻ വാ തുറന്ന പഴഞ്ചൊല്ല് മാത്രമേ പറയുള്ളൂ. ഞാൻ മാത്രമല്ല ശ്രീയാട്ടനും. പക്ഷെ പരസ്പര ബന്ധമില്ലാത്ത ഓരോന്നായിരിക്കും ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഒരിക്കലും വിചാരിക്കരുത് ഞങ്ങൾ ഇന്നത്തെ ജനറേഷൻ ഈ പഴഞ്ചൊല്ലിനെ പറ്റി അധികം അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ എത്ര എണ്ണം നിനക്കറിയാം, എത്ര എനിക്കറിയാം നോക്കാം. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഒന്ന് എല്ലാരോടും പറയാനുള്ള എന്താ വെച്ചാല് ചില പഴഞ്ചൊല്ല് അല്ല ചിലത് കേൾക്കുമ്പോ വട്ടാണ് വിചാരിക്കരുത്. കാരണം പരസ്പര ബന്ധമില്ലാത്തായിരിക്കും പറയുന്നത്. കാരണം ഞാൻ പറയുന്ന പഴഞ്ചൊല്ലും അവിടെ പറയുന്ന 1000 തിങ്കളെ നേർക്ക് പല്ല് കുത്താൻ ഇറക്കില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ എന്റേത്. നീ പറയാനോ? അല്ല, ഞാൻ സത്യമായിട്ടാ പറഞ്ഞത്. 1000 തിങ്കളെ നേർക്ക് പല്ല് കുത്താൻ ഇറക്കില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ എന്റേത്. അടുപ്പൊന്നാണെങ്കിൽ കല്ല് 3 വേണം. അടക്കാണെങ്കിൽ മടിയിൽ വെക്കാം. കവുങ്ങാണെങ്കിലോ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ. ശരിയാട്ടോ, അങ്ങനെ ശരി. അണ്ടിയോട് അടുക്കുമ്പോഴേ സത്യാണ് അങ്ങനെ പഴഞ്ചൊല്ലുണ്ട്. മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞതാണ്. ഈ മനുഷ്യൻ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ ഏതൊരു മനുഷ്യന്റെ സ്വഭാവം ശരിക്കും അറിയണമെങ്കിൽ അടുക്കണം. തന്നാലായി ഇരിക്കുമ്പോ മുറിക്കരുത്. ആണോ? അണ്ണാ നീ മരക്കേറ്റ പഠിപ്പിക്കണ്ട. ആണോ? നത്തമ്പത്തിന് തിരുവോണം. അത്തമ്പത്തിന് തിരുവോണം. അത്തമ്പത്തിന് തിരുവോണം. തെറ്റാണ് നീ പറഞ്ഞത്. അല്ലല്ല, അത്തമ്പത്തിന് തിരുവോണം. ഇന്ന് അടുത്തത് മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കോ? ശരി, ഉള്ളത്. കുഞ്ഞിന് തന്നാലായി. 2 പ്രാവശ്യം പറഞ്ഞു. ഈ ചാലഞ്ചിങ് ഗെയിം 2 പ്രാവശ്യം പറഞ്ഞു. അടുത്തത് കേട്ടോ, ഇരുന്നിട്ട കാല് നീട്ടാവൂ. എനിക്കും പറഞ്ഞു. അടുത്തത് മറ്റേ ഇത് കാക്ക കുളിച്ചാൽ കൊക്കാവുമോ? മനസ്സിലായി? അത് പഴഞ്ചൊല്ലാണോ? അല്ലോ, പിന്നെ പഴഞ്ചൊല്ല തന്നെ. കാക്ക കുളിച്ചാൽ കൊക്കാവുമോന്ന്. എന്നെ പോലെ നിന്നെയും. അത് തെറ്റ്. അതുണ്ടാക്കിയത് തെറ്റ്. രണ്ടാമത്തെ ഫൗൾ കളിച്ചത്. ഇനി ഒരു ഫൗൾ കൂടി കളിച്ചാൽ ശ്രീയാട്ടം പുറത്ത്, ഈ ഗെയിമിന് പുറത്ത്. അടുത്തത് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അത്തം പത്തോണം. പിന്നെ മറ്റേ ഇത് ഏതറിയോ? കാള് കിടക്കും കയറോട്. അയ്യോ കളങ്കരയെ പോയി മാറി. അടുത്തതുണ്ടല്ലോ, അടുത്തത് ഞാനല്ലേ പറയണ്ടേ? വടകര വളവിൽ 60 തെങ്ങ്, 60 തെങ്ങിൽ 60 പൊത്ത്, 60 പൊത്തിൽ 60 നത്ത്, നത്തിന് കണ്ണെത്ര? അല്ല, അത് പഴഞ്ചൊല്ലല്ല. ആര് പറഞ്ഞു? അത് കടങ്കഥയാ. പഴഞ്ചൊല്ലല്ല. അങ്ങനെ നീ ഇപ്പഴേ പോണം ഔട്ട്. അതല്ല ഗൈസ്, ഞാൻ പറഞ്ഞിട്ടല്ല. ഇത് ഞങ്ങൾ അവിടെ ഉള്ളൊരു പഴഞ്ചൊല്ലാണ്. അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റ പഠിപ്പിക്കണോ? അത് ഞാൻ പറഞ്ഞില്ല, അത് വേറെ. പിന്നെ പഠിപ്പിക്കും എന്ന് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞു. അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റ പഠിപ്പിക്കണോ? അത് പറഞ്ഞില്ല. നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. 3 പ്രാവശ്യമായിട്ട് ഫൗള് കളിക്കാൻ തുടങ്ങിട്ടോ. ആരാണോ പഴഞ്ചൊല്ല് നിർത്തുന്ന അവര് പുറത്താട്ടോ. പിന്നെ അടുത്തതുണ്ടല്ലോ, കാക്ക കുളിച്ച് കൊക്കാവുമ്മയും പറഞ്ഞു. കാക്ക കുളിച്ച് കാള് കിടക്കും കയറോടും. ഓ, അതൊക്കെ എന്നെ പഴഞ്ചൊല്ലല്ല, കടങ്കഥയാ. അപ്പൊ തീർന്നു, ഏകദേശം പോകാറായി. തീർന്നു, എന്റെ സ്റ്റോക്ക് തീർന്നു. ഇനി ഓർമ്മിച്ചെടുക്കാൻ ശ്രീയാട്ടനൊന്ന് പറയും, എന്നാലേ അവസാനിക്കുള്ളത്. എന്റെ ഉണ്ട്. പക്ഷെ ഫൗള് കളിച്ച് ശ്രീയാട്ടനാണ് കൂടുതൽ, ഞാനല്ല. ഫൗള് കളിച്ച് കൂടുതൽ ശ്രീയാട്ടനാണ് പറഞ്ഞു. അണ്ണ കുഞ്ഞ എന്നാലായി പറഞ്ഞു. അടുത്തത് എനിക്കറിയായിരുന്നല്ലോ. അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? ഔട്ട്. എന്തെങ്കിലും പറയണ്ടോ? പക്ഷെ വേറൊരു കാര്യമുണ്ട്. അത് എന്നാ അറിയൂ, ആക്ച്വലി സംഭവിച്ചിരുന്നില്ല. നിന്നെക്കാളും കുറച്ചോണം ഞാൻ കൂടുതലുണ്ടതല്ലേ? അതിന്റെയാ. അതുകൊണ്ട് എന്നാ വേറൊരു ഉണ്ട്. ആന വായിൽ അമ്പഴങ്ങ, എന്റെ വായിൽ കുമ്പളങ്ങ. നല്ല പോലും തോറ്റ് തുന്നം പാടി വീണ്ടും ഫൗള് കളിച്ചു. അങ്ങനെ തോറ്റ് ജയിച്ച ആളാണ് ഞാനാണ് യഥാർത്ഥ വിജയെന്ന് പറഞ്ഞ ഞാൻ. കറക്റ്റ്. എന്നാ ആന വാ പൊളിക്കുന്ന കണ്ട് അണ്ണ വാ പൊളിക്കരുത്.
മനസ്സിലായോ? പട്ടിയുടെ വാല് എത്ര കുഴലിട്ടാലും നീളൂല, അങ്ങനെ തന്നെ നടക്കും. പിന്നെ ഉണ്ടല്ലോ ആനയെ തിന്നണ നാട്ടിൽ ചെന്നാൽ നാടുക്കഷ്ണം തിന്നണം. അയ്യേ അങ്ങനല്ല. അയ്യോ അത് വേറൊരിതാ. എന്നാ നാട് ഓടുമ്പോ നടുവേ ഓടണം. നായ നടുകടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. അത് വേറെ എന്നാ വേറെ അങ്ങനല്ലേ? നായ നടുകടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. ആനയെ തിന്നണല്ല, പാമ്പിനെ തിന്നണ നാട്ടിൽ ചെന്നാൽ ചേനയും തിന്നണെന്നാ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. അറിയണ ഒരു കമന്റ് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ശരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പഴഞ്ചൊല്ല് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മള് മൈൻഡിൽ നിർത്തി പറഞ്ഞാണ് ഒന്ന് എടുത്തു നോക്ക്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല, ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ. പക്ഷെ ഒന്നുണ്ട്, ഞാനുണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കൂടും, ഞാൻ ഏറ്റവും കൂടുതൽ പഴഞ്ചൊല്ലാണ് മറുപടി. ഞാൻ എപ്പോഴും വീട്ടില് പഴഞ്ചൊല്ല് അറിയും, എപ്പോഴാണെങ്കിൽ. അപ്പൊ ഇതൊരു രസകരമായിട്ട് ചുമ്മാ ഫണ്ണായിട്ട് ഞങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കൂടുതൽ കമന്റ് ചെയ്യണേ. ഓക്കെ, ബൈ.